ഈ ഒരു ചെടി എവിടെ കണ്ടാലും പറിച്ചു കളയല്ലേ, അത്രത്തോളം ആരോഗ്യ ഗുണങ്ങളാണ് ഈ ഒരു ചെറിയ ചെടിയിൽ അടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഷുഗർ മൂലം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അതുപോലെ തന്നെ പൈൽസ് രോഗം മൂലം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലേ. ഓപ്പറേഷൻ വരെ പറഞ്ഞിട്ടുള്ള പൈൽസ് രോഗികൾക്ക് പോലും ഇത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈൽസ് രോഗികൾ, അതുപോലെ തന്നെ അലർജി, തുമ്മൽ പ്രശ്നമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ കാലപ്പഴക്കം ചെന്നിട്ടുള്ള കഫത്തെ ഇളക്കിക്കളയാൻ പറ്റിയ ഇതിലും നല്ലൊരു ഒറ്റമൂലി വേറെ ഇല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ആരോഗ്യത്തിന് തീർച്ചയായിട്ടും കിട്ടും. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് വരുന്ന പനി ഇവയെല്ലാം അകറ്റി നിർത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ദശപുഷ്പങ്ങളിൽപ്പെട്ട ഈ ഒരു മുക്കുറ്റിക്കുണ്ട് കേട്ടോ. മുക്കുറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മുടെയൊക്കെ തൊടിയിലും മുറ്റത്തും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മഴക്കാലമായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായി വന്നിട്ടുണ്ടാവും. പക്ഷെ പലർക്കും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്കും അതുപോലെ തന്നെ പൈൽസ് രോഗികൾക്കും ഏറ്റവും നല്ല മരുന്ന് തന്നെയാണ് മുക്കുറ്റി. എന്നാലോ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഒപ്പം തന്നെ 5 പൈസക്ക് ചിലവില്ലാതെയാണ് ഇതൊക്കെ നമുക്ക് പ്രകൃതി കനിഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ പലർക്കും അറിയില്ല. അറിഞ്ഞാലും ചിലർക്കും കഴിക്കാൻ മടിയായിരിക്കും, ചിലർക്ക് പേടിയായിരിക്കും കേട്ടോ. ചിലർക്ക് അങ്ങനെയല്ല, എന്താരും എന്ത് പറഞ്ഞാലും ഡോക്ടേഴ്സ് പറഞ്ഞാലും അതിപ്പോൾ തൊടി കിടക്കുന്നതല്ലേ എന്ന് കരുതി യാതൊരു വിലയും കൊടുക്കൂല. എന്നാൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. അത്രത്തോളം യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കായാലും ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഗുളിക നിർത്തിവെക്കണം. ഒരിക്കലും നിങ്ങൾ നിർത്തിവെക്കരുത്. ഇത് ഗുളിക നിങ്ങൾ സാധാരണ ഡോക്ടേഴ്സ് പറഞ്ഞ പ്രകാരം തന്നെ കഴിക്കുക. അതിൻ്റെ കൂടെ ദിവസവും 2 ഗ്ലാസ്സാണ് ഇത് നമ്മൾ കുടിക്കേണ്ടത്. 7 മുക്കുറ്റിയുടെ ഇലയും വേര്, പൂവ് ആ ഒരു മഞ്ഞ കളറായിട്ടായിരിക്കും കേട്ടോ അത് കിട്ടുക. മഞ്ഞ കളർ പൂവായിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. അതിൻ്റെ വേരും അതുപോലെ തന്നെ തണ്ടും ഇലയും പൂവും ഒക്കെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ 7 എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ അരഞ്ഞു കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഇടിക്കലിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. പൂവൊന്നും നുള്ളിക്കളയേണ്ട ആവശ്യമില്ല. അതിലൊക്കെ ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ രഹസ്യം നമ്മൾ അറിഞ്ഞാൽ ഈ ഒരു പ്രമേഹത്തിനും പൈൽസിനും മാത്രമല്ല, നമുക്ക് അറിയാം ജീവിതശൈലി രോഗങ്ങൾക്ക് ഏകദേശം ഒരു 90% രോഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്ന് തന്നെയാണ് മുക്കുറ്റി. അത് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല മാറ്റം കാണാം കേട്ടോ. ഞാനിത് അവിടെ ഏകദേശം 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു 4 ഗ്ലാസ് വെള്ളത്തിലോട്ടാണ് 7 മുക്കുറ്റി ഇലയും അതുപോലെ തന്നെ തണ്ടും വേരും പൂവൊക്കെ കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത്. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ ഉമ്മമാർക്കൊക്കെ ഷുഗർ ഉണ്ടാവില്ലേ, പാവങ്ങളാണ്, നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഒരു ഫുഡും കഴിക്കാനും വയ്യ, ക്ഷീണവും തളർച്ചയും. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇത് ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ സാധാരണ കുടിക്കുന്ന ഇൻസുലിൻ ആണെങ്കിലോ ഗുളികയാണെങ്കിലോ ഒരിക്കലും നിർത്തി വെക്കരുത്. കാരണം മരുന്നിൻ്റെ ഡോസ് ഒരുപാട് ഇൻസുലിനൊക്കെ 6ഉം 7ഒക്കെ അടിക്കുന്നവരുണ്ടാവും. അതിൻ്റെ ഡോസ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും മുക്കുറ്റി ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ കേട്ടോ. പൂർണ്ണമായിട്ടും നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇൻസുലിനിൽ നിന്ന് നേരെ ഗുളികയിലോട്ട് മാറാം. ഗുളികൻ്റെ അളവ് കുറച്ച് ഡോസ് കുറച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. എന്തായാലും നമ്മളെ ഉമ്മമാരും ഉപ്പമാരും നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് മഴക്കാലമല്ലേ, മുറ്റത്തൊക്കെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. 4 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുക്കുമ്പോൾ അതാ ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ കട്ടൻ ചായയുടെയൊക്കെ ആ ഒരു കളറിലോട്ടായിരിക്കും കേട്ടോ. ഇത് ഞാൻ പറയണതല്ല, ആയുർവേദം പറയണതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളും യൂട്യൂബൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഇഷ്ടം പോലെ കാണാനായിട്ട് പറ്റും ഇതിൻ്റെ ബെനിഫിറ്റ്സ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വിശ്വാസത്തോടു കൂടി ചെയ്യണം. അപ്പോഴേ നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ 4 ഗ്ലാസ് 2 ഗ്ലാസ്സായിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത് വെറും വയറ്റിലാണ് കേട്ടോ. 1 ഗ്ലാസ് രാവിലെയും പിന്നെ രാത്രി
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ്, അങ്ങനെ 2 ഗ്ലാസ്സാണ് ഡെയിലി നമ്മൾ കുടിക്കേണ്ടത്. ഇത് കിട്ടാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇഷ്ടം പോലെ ഈ ഒരു സമയം തൊടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടാവും, മഴ കൂടെ പെയ്തതുകൊണ്ട് തന്നെ. അപ്പോൾ 5 പൈസ ചിലവുമില്ല. ആരോഗ്യത്തിനും ഷുഗർ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതുമൂലം ഒരുപാട് രോഗങ്ങൾക്ക് രക്ഷയാണ് കേട്ടോ. അതുപോലെ നമുക്കറിയാം, ഷുഗർ വന്നാലും നമ്മൾ എത്ര ഗുളിക കുടിച്ചാലും ഇൻസുലിൻ അടിച്ചാലും ഷുഗറിൻ്റെ അളവ് എപ്പോഴെങ്കിലും ചെറിയൊരു മാറ്റം വരിക എന്നല്ലാതെ കുറയാറുണ്ടോ? എവിടെ അല്ലേ, കുറയുന്ന അവസ്ഥ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത് കുടിച്ച് നോക്കുക. ഒപ്പം ഇൻസുലിൻ ആണെങ്കിൽ അതും വെക്കണം. കാരണം അതിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് മുക്കുറ്റി നിങ്ങളെ സഹായിക്കും കേട്ടോ. അതാണ് നമ്മുടെ മുക്കുറ്റി അവിടെ ചെയ്യുന്ന പരിപാടി. പൂർണ്ണമായിട്ട് മാറും എന്നല്ല, നമുക്ക് ഡോസ് പതുക്കെ ഇൻസുലിനിൽ നിന്ന് നേരെ ഗുളികയിലോട്ട് മാറാം. അങ്ങനെ ഗുളികയുടെ ആ ഡോസ് കുറച്ച് ഒരു നോർമൽ രീതിയിലും നമുക്ക് പോകാം. കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് രോഗങ്ങളുണ്ട്, ഡയാലിസിസും ക്രിയേറ്റിനും അല്ലേ, അതുമൂലം വരുന്ന രോഗങ്ങളൊക്കെ ഒന്നും എത്താതെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനും നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ നിയന്ത്രിച്ച് നിർത്താനും മുക്കുറ്റിക്ക് പ്രത്യേക കഴിവുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, നമ്മുടെ ആയുർവേദ ഡോക്ടേഴ്സും അതുപോലെ തന്നെ പഠനങ്ങളൊക്കെ പറയുന്നതാണ്. ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോലെയായിരിക്കും നമുക്കിത് കുടിക്കാനായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഒരു ദിവസം 2 ഗ്ലാസ്സാണ് നമ്മൾ കുടിക്കേണ്ടത്. ഒന്ന് രാവിലെ വെറും വയറ്റിലും, പിന്നെ രാത്രി നമ്മൾ ഫുഡൊക്കെ നേരത്തെ കഴിക്കുമല്ലോ, ഒരു 7 മണിക്ക് കഴിക്കുകയാണെങ്കിൽ കിടക്കാൻ സമയം നമുക്കൊരു ഗ്ലാസ് കുടിക്കാം. ഇതുമൂലം നല്ല ഉറക്കം കിട്ടാനും രക്തം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഓടാനും കൊളസ്ട്രോള് അതുപോലെ പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്ക് നോർമൽ ആവാനും, അതുപോലെ ആസ്മ, അലർജി രോഗങ്ങൾ, നല്ല കഫക്കെട്ടൊക്കെ എത്ര പഴകിയ കഫക്കെട്ടാണെങ്കിലും കഫത്തൊക്കെ ഇളക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു രോഗത്തിന് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് രോഗങ്ങൾ ഇതുമൂലം മാറിക്കിട്ടും. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. 100% നിങ്ങൾക്ക് വിശ്വസ്തയോട് കൂടിയിട്ട് ഇത് കുടിക്കട്ടോ. ഇത് കുടിക്കുന്ന സമയത്ത് ചമർപ്പോ കൈപ്രസോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് കുടിക്കുക. കഫക്കെട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചിട്ട് നമ്മുടെ ഈ ഒരു മുക്കുറ്റി വെന്ത വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് വളരെ ഉപകാരമാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പഴയ കാലം തൊട്ട് ഇതൊക്കെ നമ്മുടെ ഉമ്മമാരും മുത്തശ്ശിമാരൊക്കെ, കാരണം ഈ ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കായിട്ട് ഇത് ലേഹരൂപത്തിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഗർഭാശയമൊക്കെ ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ എന്നും യുവത്വം നിലനിർത്തി മുന്നോട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് പഴയ കാലം തൊട്ടേ ഇതുപോലെയുള്ള ലേഹങ്ങളൊക്കെ റെഡിയാക്കാറുണ്ടായിരുന്നു. അങ്ങനെ പറ്റുന്നുള്ളവർക്ക് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ട് കുറച്ച് മുക്കുറ്റി കൊണ്ടുള്ള ലേഹ്യമൊക്കെ റെഡിയാക്കട്ടോ. അടുത്തത് നമ്മൾ വെറും ഒരൊറ്റ ആഴ്ചൻ്റെ ഉള്ളിൽ പൈൽസ് എന്ന രോഗത്തെ തുടച്ച് മാറ്റാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് കേട്ടോ ചെയ്യുന്നത്. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരാഴ്ച കൂടി നോക്കാം. 14 ദിവസം കൊണ്ടും ഇത് നിങ്ങൾക്ക് ഭേദമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണണം. കാരണം ഒന്നെങ്കിൽ അത് പൈൽസ് എല്ലാവർക്കും വേറെ എന്തെങ്കിലും രോഗമായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ചെക്കപ്പ് ചെയ്യാം. അപ്പോൾ പൈൽസിന് വേണ്ടിയിട്ട് നമ്മൾ പൈൽസ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് റെഡിയാക്കുന്നത് ഏകദേശം 7ഓളം മുക്കുറ്റി കഴുകി വൃത്തിയാക്കി തണ്ട്, വേര്, പൂവ്, ഇല ഇവയെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുക്കുക കേട്ടോ. ഒപ്പം ഒരു താറാവ് മുട്ട, സാധാരണ കോഴിമുട്ടയല്ല, താറാവ് മുട്ട എടുത്തിട്ട് അതിലോട്ടാണ് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ട് ഇല ചേർക്കുന്നത്. ഒപ്പം ഒരു നുള്ളു കുരുമുളകും, ആവശ്യത്തിന് ഉപ്പിടുമ്പോൾ ഇന്ദുപ്പ് ചേർക്കാനായിട്ട് നോക്കുക. അതായിരിക്കും ഒന്നുകൂടി നല്ലത്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ഈ ഒരു മുട്ട പൊരിച്ചത് കഴിക്കാൻ യാതൊരു ചമ്പർപ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉപ്പിടുമ്പോൾ ഇന്ദുപ്പ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ ഉപ്പ് ചേർത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഫക്കെട്ട് നല്ല എത്ര പഴയ കഫക്കെട്ടും കുട്ടികളിലായാലും മുതിർന്നവരായാലും കാണുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ കുറച്ച് മുക്കുറ്റി എടുക്കുക, ഒരു 4ഓ 5ഓ മുക്കുറ്റി എടുത്തിട്ട് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറെടുത്തിട്ട് അതിലോട്ട് അതേ സമം തേൻ ചേർക്കുക. ചെറുതേനോ നല്ല നാടൻ തേനൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അതേ സമം തേൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നത് ഒരു ദിവസം ഒരു 2 നേരം വെച്ച് കഴിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എത്ര ഇളകാത്ത കഫത്തെയും ഇളക്കി കളയാൻ പറ്റിയ നല്ലൊരു നല്ലൊരു പവർഫുൾ മെഡിസിൻ തന്നെയാണ് നമ്മുടെ മുക്കുറ്റി കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ കഫത്തെ ഇളക്കാൻ വേണ്ടി നമ്മൾ കുടിക്കുമ്പോൾ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലത് അതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അത് കുടിച്ചാൽ ഷുഗർ കുറയോ, ഞങ്ങൾ തലമിന്നി വീഴുമോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഷുഗറുള്ള ആൾക്കാർക്ക് മാത്രമേ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. നോർമലുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പവും വരില്ല. അതിനൊന്നും ടെൻഷൻ ആവേണ്ട. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് 7 ചെടിയൊന്നും എടുക്കണ്ട. നമുക്കൊരു 3 ചെടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ചാറ്
ഇതിൻ്റെ ഗുണങ്ങൾ പറയാനേ ഈ ഒരു വീഡിയോയിലൊന്നും തികയില്ല, അത്രത്തോളം പറയാനുണ്ട് കേട്ടോ. നമ്മൾ മൈഗ്രെയിന് തലവേദനയ്ക്കുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, രക്തസ്രാവം എവിടെയെങ്കിലും കൈയൊക്കെ തട്ടി കത്തിയൊക്കെ തട്ടിയിട്ട് കൈ മുറിയാവുക, അല്ലെങ്കിൽ മക്കൾ എവിടെയെങ്കിലും വീണ് ഇങ്ങനെ രക്തം ഒഴുകുക, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മുക്കുറ്റി പറിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ നീര് ആ ഒരു മുറിയുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രക്തയോട്ടം ഒക്കെ ആ ഒരു രക്തം പോകുന്നതൊക്കെ നിൽക്കാനും ഒപ്പം തന്നെ മുറി പെട്ടെന്ന് ഉണങ്ങാനൊക്കെ സഹായിക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മളെ അടുക്കളത്തോട്ടത്തിൽ ഈ ഒരു മുക്കുറ്റിക്ക് ഞാൻ നമ്മളൊരു സ്ഥാനം നൽകുക കേട്ടോ. അത്രത്തോളം ഗുണങ്ങളാണ്. അതുപോലെ തന്നെ മൈഗ്രെയിന് തലവേദന ഒക്കെയുള്ളവരെന്ത് ചെയ്യുക, ഈ ഒരു ഇത് അരച്ചിട്ട് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദനയ്ക്കൊക്കെ ശമനം കിട്ടുമെന്നാണ് ആയുർവേദം പറയുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് എന്നിങ്ങനെ ചെറുപ്പമായി നിന്നെങ്കിന്നല്ലേ. അപ്പോൾ 90 വയസ്സുകാരനെ 30 വയസ്സിലെത്തിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആരോഗ്യം നിലനിർത്താനും ഒപ്പം തന്നെ നമ്മുടെ ചെറുക്കൊന്നും നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും മുക്കുറ്റിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മഴക്കാലമൊക്കെ അല്ലേ, ഒരു 2-3 മുക്കുറ്റിയൊക്കെ നമ്മൾ എന്തായാലും വെള്ളം തിളപ്പിച്ചിട്ടാണ് യൂസാക്കുന്നത്. തിളക്കുന്ന വെള്ളത്തിലിടുക, ഡയലി എല്ലാവർക്കും അത് കുടിക്കാൻ കൊടുക്കുക. അതുമൂലം നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അത് നല്ല ഉറക്ക് കിട്ടും, നമ്മുടെ ക്ഷീണം മാറും, നമ്മുടെ ബോഡിയെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. മുക്കുറ്റിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും മുക്കുറ്റി എവിടെ ഉള്ളത് വെച്ചാൽ അവിടെ പോയിട്ട് സംഘടിപ്പിച്ചോളൂ. നമ്മൾ മുറ്റത്തൊക്കെ ഉണ്ടാവും കേട്ടോ, പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ. മുക്കുറ്റിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു വീഡിയോയിലൊന്നും തയ്യില്ല കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ലെങ്ത്ത് കൂടിപ്പോയി എന്ന് പറയും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് ചുമ അതുപോലെ തന്നെ ജലദോഷം തുമ്മലൊക്കെ ആയിട്ട് ആകെ ഇടങ്ങാറായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിലും നല്ലൊരു ഔഷധം വേറെ ഇല്ല, അതും 5 പൈസ ചിലവില്ലാതെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.